സേതുവേട്ടനും പല്ലവൻകിടും ഉണ്ടാക്കി തന്നതാ. അല്ല അവരെങ്ങനെ അറിഞ്ഞു താ മസാല ദോശ വേണമെന്ന് പറഞ്ഞത്? ഋതു സംതിങ് ഫിഷി. എനിക്ക് തോന്നുന്നത് ആ പല്ലവി ഉണ്ടല്ലോ, അവൾ ഇവിടെ നമ്മുടെ ബെഡ്റൂമിന്റെ വാതിക്കൽ വന്ന് നിന്ന് ഒളിഞ്ഞ് നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാ. ചില പൈങ്കിളി സിനിമകളിലെ അമ്മായിമ്മമാരെ കണ്ടിട്ടില്ലേ? ആ ഒരു മോഡുണ്ട് ഈ പല്ലവിക്ക്. ജിത്തിന്റെ വൾഗർ ഐഡിയാസ് എല്ലാം എടുത്ത് കണ്ടമാനം ഉപയോഗിക്കണ്ട. ഞാൻ അവരോട് ചോദിച്ചു, അതുകൊണ്ട് അവരുണ്ടാക്കി തന്നു. എന്നോടും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും ഉള്ള സ്നേഹം കൊണ്ട്. എന്റെ ഋതു, അവരെന്തിനാ നിന്നെ സ്നേഹിക്കുന്നത്? ചതിക്കാനല്ലേ? ദേ, എന്റെ ഭാര്യയും കുഞ്ഞിനെ സ്നേഹിക്കാൻ എനിക്കറിയാം. ഇന്ദ്രൻ വരുന്നുണ്ടേ, ഫോൺ കട്ട് ചെയ്യണ്ട, ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എന്താടോ പ്രതാപ, താനെന്തിനാ കാണുമെന്ന് പറഞ്ഞ് വിളിച്ചത്? ഒരു മലങ്കോൾ ഒത്തു വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇന്ദ്രനെ ഓർത്തു. ഓ, ഞാൻ ഓർത്തു താൻ എന്നോട് പിണങ്ങി നടക്കണമെന്ന്. താൻ മറ്റന്മാരുടെ കെയറോഫിൽ പൊന്നുമരത്തിൽ കയറി പറ്റാൻ നടക്കല്ലായിരുന്നോ? ആ ഹരിയുടെയും സേതുവിന്റെയും. ഓ, അവരാരും സെറ്റ് ആകില്ല ഇന്ദ്ര. ദേ, നമുക്കിത്തിരി തരികിട പരിപാടിയൊക്കെ ചെയ്യുന്ന ഇന്ദ്രനെ പോലുള്ളവരെയാണ് ഇഷ്ടം. അതെനിക്കറിയാം. ആ ശ്രീഹരിയും സേതുവൊക്കെ നേർബുദ്ധിക്കാരാ, നേർവഴിക്ക് ചിന്തിക്കുന്നവർ. പക്ഷെ ഈ ഇന്ദ്രിയത്ത് അങ്ങനെയല്ല. അതല്ലേ സേതുമാധവന്റെ പെങ്ങളെ കെട്ടി ആ തറവാട്ടി കയറി പറ്റാനുള്ള ബുദ്ധി എനിക്ക് മാത്രം തോന്നിയത്. അല്ല, ഞാൻ കോളെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. കോള് മനസ്സിലായോ? ആ കോള്. അതെ, ഒരു അഹമ്മദാബാദുകാരൻ, ഒരു അക്ബർ സേട്ടനെ ഞാൻ പരിചയപ്പെട്ടു. അയാൾക്ക് ടെക്സ്റ്റൈൽസ് ബിസിനസ്സാ. ഈ നോർമലി ഈ ഫുട്പാത്ത് കച്ചവടക്കാരില്ലേ, ഈ തുണിക്കച്ചവടം നടത്തുന്നവര്, അവർക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നവരാ. ഈ ഗുണം എന്താണെന്ന് വെച്ചാല് പർച്ചേസ് വിലയില് പകുതിയോളം കുറവ് വരും. വിൽക്കുന്നത് ഇപ്പോഴുള്ള വിലയിൽ തന്നെ ആയിരിക്കും. നമുക്ക് ഇരട്ടി ലാഭം എടുക്കാം. ഓ, അത് കൊള്ളാലോ. ഈ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് വിറ്റ് തുടങ്ങിക്കഴിഞ്ഞാല് പൂർണ്ണമാ ടെക്സ്റ്റൈൽസിന്റെ കാര്യം അറിയാലോ, പിന്നെ ഒരാൾ ആ വഴിക്ക് വരികയില്ല. വരരുത്. ആ ശ്രീഹരിയും സേതുവൊക്കെ നേർബുദ്ധിക്കാരാ, നേർവഴിക്ക് ചിന്തിക്കുന്നവർ. പക്ഷെ ഈ ഇന്ദ്രിയത്ത് അങ്ങനെയല്ല. അതല്ലേ സേതുമാധവന്റെ പെങ്ങളെ കെട്ടി ആ തറവാട്ടി കയറി പറ്റാനുള്ള ബുദ്ധി എനിക്ക് മാത്രം തോന്നിയത്.